സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അത് ആഗസ്റ്റ് 6-ാം തീയതിയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. ഇത് നമ്മൾ ഈ മതിലിലും നമുക്ക് മതിലിലും ഈ ചെവിരിലൊക്കെ നമുക്ക് ഇത് പടത്താൻ പറ്റും ഈ രീതിയിൽ. ഞാൻ അന്നത് കാണിച്ചത് ഞാൻ മുകളിൽ വെച്ചാണ് ഈ ആണി അടിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലാമ്പ് ഇതിനകത്ത് ക്ലാമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൻ്റെ ചെവിരിൽ വേണമെങ്കിലും നമുക്ക് ക്ലാമ്പ് വെച്ചിട്ട് ഇതേപോലെ കമ്പി വെച്ചിട്ട് നമുക്ക് പടത്താൻ പറ്റും. നമുക്ക് ഇൻ്റർലോക്ക്, ഞാനിപ്പോൾ ഇത് ഇൻ്റർലോക്ക് ഇട്ടേക്കിനോണ്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ കമ്പി അടിക്കാൻ പറ്റി, രണ്ട് സൈഡിലും കമ്പി അടിക്കാൻ പറ്റി. ഇല്ലാത്തവർക്ക് എനിക്കൊരു ഐഡിയ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാക്കിൻ്റെ അടിയിൽ തന്നെ ഒരു കമ്പിയോ മറ്റുള്ള എന്തെങ്കിലും ഗ്രോ ബാഗിൻ്റെ അടിയിൽ തന്നെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് കെട്ടി അതിൻ്റെ അടിയിൽ വെച്ചിട്ട് മുകളിലോട്ട് നമുക്ക് കയറ് കെട്ടാൻ പറ്റും. അപ്പം ഈ ടൈലൊക്കെ ഇട്ടേക്കുന്നവർക്ക് നമുക്കിതേപോലെ അടിച്ച് കമ്പി അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ കൂടെ കെട്ടി നമുക്ക് മുകളിലോട്ട് പടത്താൻ പറ്റും. അന്ന് ഞാൻ കാണിച്ചപ്പം ഇത് ഇവിടെ ഞാൻ കയറാണ് കെട്ടിയിരുന്നത്. അങ്ങനെ ഞാനിപ്പം മാറ്റിയിട്ട് ഒരു കമ്പിയാക്കി, എൻ്റെ കമ്പി ഉള്ളതുകൊണ്ടാക്കി. പിന്നെ ഇതിൽ ഇവിടെ രണ്ട് ലെയർ കെട്ടിയിട്ടുണ്ട്. ഇതിൽ 2 ലെയർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇതിപ്പം ഞാൻ 2 സലാഡ് വളരെയും വെച്ച് ഇത് പയറാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ അന്ന് കാണിച്ചപ്പോൾ ഇത് കുറച്ച് ഇവിടം വരെ ആയുള്ളായിരുന്നു. ഇപ്പം പടന്ന് ഇതിനകത്തോട്ടൊക്കെ വന്ന് നമുക്കിപ്പം മതിൽ ഉള്ളവർക്കും നമുക്കല്ലാതെ വാളിലും ചെവിരിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ക്ലാമ്പ് വെച്ചിട്ട് ഇങ്ങനെ പടത്താൻ കഴിയും. ഇതിപ്പം സലാഡ് വളരെ പൂത്ത്, പക്ഷേ ഇതിനകത്ത് കാ വന്നില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ പണയിലും കൊണ്ട് വെച്ചു. അപ്പോൾ അത് വന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനൊരു രീതിയിൽ നമുക്ക് പടത്താൻ കഴിയും. നമ്മൾ എല്ലാവരും കൃഷി ചെയ്യുന്ന ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവർക്ക് ഈ വെള്ളം ഒരു മെയിൻ ഘടകമാണ്. നമ്മളെല്ലാവരും പലരും ഈ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവരെല്ലാം നമ്മൾ പൈപ്പ് വെള്ളം തന്നെയാണ് ആശ്രയിക്കുന്നത്. നമുക്ക് വെള്ളം വരുന്നത് അരുവിക്കര ഡാമിൽ നിന്ന് ഒരു 30 വർഷം മുമ്പേ ഇട്ട കോൺക്രീറ്റ് പൈപ്പ് വഴിയാണ് വരുന്നത്. നേരെ പുതുക്കുന്നിലായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമുക്കൊക്കെ വെള്ളം വരുന്നത്. ഇപ്പം എല്ലാ മാസങ്ങളിലും ഒരു ദിവസം ഇപ്പം 2-3 ദിവസം ഇതിപ്പം നമുക്ക് വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം വരാറുണ്ട്. ഇപ്പം എനിക്കൊരു തോന്നിയ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഈ വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഇത് പറയണം. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇത് എത്രത്തോളം ആക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ 1 മീറ്റർ പൈപ്പ് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനകത്തൂടെ നമുക്ക് ഒരു കാസ്റ്റൻ്റെ, അതിനകത്ത് മൊത്തം നമുക്ക് കാസ്റ്റൻ്റെ പൈപ്പ് കയറ്റി ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ട് കാസ്റ്റൻ്റെ പൈപ്പ് കയറ്റി നമ്മൾ ഗ്യാസിൻ്റെയൊക്കെ പൈപ്പ് മെഷീൻ വെച്ച് കയറ്റും പോലെ അതിനകത്തൂടെ തന്നെ നമുക്ക് കാസ്റ്റൻ്റെ പൈപ്പ് ഇത്തിരി കൂടെ ചെറുത്, അതിൻ്റെ നിന്ന് ചെറിയൊരു പൈപ്പ് കാസ്റ്റൻ്റെ പൈപ്പ് കയറ്റി കഴിഞ്ഞാൽ അത് 1 മീറ്റർ ആണെങ്കിൽ അപ്പം അതിൻ്റെ ഒരു 2.5 അടിയോ ആ ഒരു കണക്കാക്കി ഒരു പൈപ്പ് കാസ്റ്റൻ്റെ പൈപ്പ് കയറ്റി നമുക്ക് അവിടെ കട്ട് ചെയ്ത് ഇത് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടം വരെ ഈ റോഡൊക്കെ പൊളിച്ച് ഒരുപാട് കാശൊക്കെ ആവും. ഈ കാസ്റ്റൻ്റെ പൈപ്പ് കയറ്റാൻ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ഐഡിയ എൻ്റെ ഒരു ഐഡിയ ആണ്. അത് എത്രത്തോളം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ വീഡിയോ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. നമ്മളെ പണയിൽ ഒരു 10-20 സലാഡ് വെള്ളരി നട്ടായിരുന്നു. അന്ന് അവിടെ നട്ടതിൻ്റെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നട്ടത്. അതിൻ്റെ ഞാൻ ഇവിടെ വന്നിട്ട് വെട്ടണേൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അപ്പം ഇത് പടത്താനുള്ള കമ്പൊക്കെ വെച്ച് പടത്താനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇതേപോലത്തെ ഈ നെറ്റ് വാങ്ങിച്ചുകൊണ്ടിട്ട് അതിനകത്താണ് ഇത് പടത്തിക്കുന്നത്. പക്ഷേ ഇത് ഇതും തൈ ഒരുമിച്ചാണ് ഏകദേശം ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഇതിനകത്ത് കാ വന്നു, അവിടെ കാ വന്നില്ല. അതിനകത്ത് ഇനി ഇതിനകത്ത് കാ വന്നായിരുന്നു. ഒരുപാട് പിഞ്ച് കിടപ്പുണ്ട്. ഇവിടെ എല്ലാം എല്ലായിടത്തും പിഞ്ച് വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ കാ. ബാക്കിയൊക്കെ പിഞ്ചായി വരണതേ ഉള്ളൂ. ഇനിയിപ്പം ഇവിടെയൊക്കെ കുറച്ച് കൃഷികളൊക്കെ ചെയ്യണം. സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്തത്. കേബിൾ TV ആവുകൊണ്ട് ഒന്നിനും ഒരു സമയം കിട്ടത്തില്ല. കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ തന്നെ
പറ കോളുകൾ വരും. അതുകൊണ്ട് പിന്നെ ഒന്നിനും സമയമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് കൃഷിത്തോട്ടങ്ങളിൽ വീഡിയോ എടുക്കാൻ പോവും. പലയിടത്തും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, സമയം കിട്ടാത്തതുകൊണ്ട് പോകുന്നില്ല. ഇപ്പം പലയിടത്തും കൂടുതലിപ്പം ഓണ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും പടവലങ്ങയാണ് വെച്ചേക്കുന്നത് കൃഷിക്ക്. ഇനിയിപ്പം പോയി ഒരു സ്ഥലത്ത് പോയി വീഡിയോ എടുക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.